ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എല്ലാ സുഹൃത്തുക്കൾക്കും ടിപ്സ് ആൻഡ് ട്യൂട്ടോറിയൽസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുവരെ നമ്മൾ പഠിച്ച പോലെ തന്നെ ഒരു ചെറിയൊരു ഫംഗ്ഷനാണ്. കുറച്ച് കുറേ ഒരു കോളത്തിൽ കുറേ പേരുകൾ നമുക്ക് കിട്ടിയിരിക്കുന്നു. പക്ഷെ അതൊന്നും പ്രോപ്പറായിട്ടല്ല ക്യാപിറ്റലൈസ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം, പേരുകൾ എൻ്റർ ചെയ്യുമ്പോൾ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഓക്കെ. പക്ഷെ പലപ്പോഴും നമുക്ക് കിട്ടുന്ന ചില റോ ഡാറ്റ നമുക്ക് അങ്ങനെ ആയിരിക്കത്തില്ല കിട്ടുന്നത്. ഒന്നും പ്രോപ്പറായിട്ട് ക്യാപിറ്റലൈസ്ഡ് ആയിരിക്കത്തില്ല. അപ്പോൾ നമുക്ക് വലിയ ലിസ്റ്റിൽ നമുക്ക് എല്ലാത്തിനും മാനുവലി പോയി എൻ്റർ ചെയ്യേണ്ടതായിട്ടൊരു അവസ്ഥ വരാറുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം, ഒരു സിമ്പിൾ ഫോർമുല വെച്ച് എങ്ങനെ ഓവർകം ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഹൗ ടു ക്യാപിറ്റലൈസ് നെയിംസ് വിത്ത് പ്രോപ്പർ ഫംഗ്ഷൻ. ഓക്കെ. അതായത് പ്രോപ്പർ എന്നൊരു ഫംഗ്ഷൻ ഉണ്ട് എക്സലിൽ. ആ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് എത്ര വലിയ ലിസ്റ്റ് ആണെങ്കിലും ആ നെയിംസിനെ എല്ലാം ഒറ്റ ഇതിലൂടെ ക്ലിക്ക്, ഒരു ഒന്നോ രണ്ടോ ക്ലിക്കിൽ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. പ്രോപ്പറായിട്ട് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. അതായത് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമിൻ്റെ ഫസ്റ്റ് ആൽഫബറ്റ് ക്യാപിറ്റലാക്കാൻ പറ്റും. അതെങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടുപോകാം. ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ. അന്നേരം നിങ്ങൾക്ക് ഇച്ചിരി പെട്ടെന്ന് മനസ്സിലാകാൻ എളുപ്പമായിരിക്കും. ഓക്കെ. ഇവിടെ നമുക്ക് കുറച്ച് ലിസ്റ്റ് ഓഫ് നെയിംസ് ഉണ്ട്. 7 പേരുണ്ട്. സാധാരണ ഇങ്ങനെ 7 പേര് ചില വലിയ ഓർഗനൈസേഷൻസിലൊക്കെ എന്ന് വെച്ചാൽ 7 അല്ല, 70,000 അല്ലെങ്കിൽ 7,000 അങ്ങനെയൊക്കെയുള്ള കുറേ വലിയ ലിസ്റ്റ് പേര് വരാം. പല കാര്യം, കസ്റ്റമറുടെ ലിസ്റ്റ് പേര് വരാം, അല്ല സ്റ്റാഫിൻ്റെ പേര് വരാം. അപ്പോൾ അത് പ്രോപ്പറായിട്ട് എൻ്റർ ചെയ്തില്ലെങ്കിൽ അതൊരു അഭംഗിയാണ്. ഓക്കെ. ഇവിടെ നമുക്കിപ്പം കാണാം, ഫസ്റ്റ് നെയിം ജിതിൻ ദേവ്. ജെ ഇവിടെ ക്യാപിറ്റൽ ആയിരിക്കണം, പക്ഷേ ജെ സ്മോൾ ലെറ്റർ ആണ്. ഡി ക്യാപിറ്റൽ ആയിരിക്കണം, ഡിയും സ്മോൾ ലെറ്ററാണ്. അതുപോലെ തന്നെ സെക്കൻഡ് നെയിമിലും അത് തന്നെ. തേർഡ് നെയിമിൽ അരുൺ ദാസ്. എ ക്യാപിറ്റലാണ്, പക്ഷേ ഡി ക്യാപിറ്റൽ അല്ല, ഡി സ്മോൾ ആണ്. അപ്പോൾ അതൊരു പ്രോപ്പർ ഇതല്ല, ഒരു പ്രൊഫഷണൽ ലുക്കല്ല. കാണുന്നവർക്ക് തന്നെ ഒരു മതിപ്പ് തോന്നത്തില്ല. അപ്പോൾ അതെങ്ങനെ പരിഹരിക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം പ്രോപ്പർ ഫംഗ്ഷൻ വഴി. അപ്പം പ്രോപ്പർ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് അറിയാം, എല്ലാ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ആദ്യം ഈക്വൽ സൈൻ ഇടണം, പിന്നെ പ്രോപ്പർ ഇടാം, എന്നിട്ട് ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഇടുക. ഓക്കെ. ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഏത് സെല്ലിനാണോ നിങ്ങൾക്ക് ക്യാപിറ്റലൈസിൻ്റെ അതിൻ്റെ റെഫറൻസ് ഇട്ട് കൊടുക്കുക. എനിക്ക് ജിതിൻ ദേവ് എന്നുള്ള എഴുതിയേക്കുന്ന F3 ആണ് ക്യാപിറ്റലൈസിൻ്റെ. അപ്പോൾ ഞാൻ ജിതിൻ ദേവെ കൊണ്ട് എൻ്റെ മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രോപ്പറിൻ്റെ ബ്രാക്കറ്റിനകത്ത് F3 എന്നുള്ളത് വാല്യൂ കയറും. എന്നിട്ട് ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഓക്കെ. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക. കണ്ടോ, എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം ജിതിൻ ദേവ് എന്നുള്ളത് പ്രോപ്പർ ക്യാപിറ്റലൈസേഷനായി. അതായത് ജിതിൻ്റെ ജെ ക്യാപിറ്റൽ, ഡി ക്യാപിറ്റൽ. ഓക്കെ. അതുപോലെ നമുക്ക് താഴെ ഓരോന്നിനും നമുക്ക് എല്ലാം പ്രോപ്പർ ആക്കണം. അപ്പം ഓരോന്നിനും പോയി ഇങ്ങനെ ഫോർമുല എൻ്റർ ചെയ്യേണ്ട. കാര്യം ചെയ്താൽ ഈ ജിതിൻ്റെ എന്നുള്ള ഇവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ലെഫ്റ്റ് നമുക്ക് ഡ്രാഗ് ചെയ്യാൻ അറിയത്തില്ല. അതായത് റൈറ്റ് കോർണറിൽ കൊണ്ടുപോയി, ബോട്ടം റൈറ്റ് കോർണറിൽ കൊണ്ടുപോയി മൗസ് ഇങ്ങനെ വെക്കുക. ഒരു പ്ലസ് സൈൻ വരും, മൗസ് ഒരു പ്ലസ് സൈൻ പോലെ വരും. എന്നിട്ട് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് താഴോട്ട് വലിക്കുക, ഡ്രാഗ് ചെയ്യുക. മനസ്സിലായോ? ഡ്രാഗ് ചെയ്യുമ്പോൾ ആ ഫോർമുല അങ്ങോട്ട് എൻ്റർ ആയിക്കണം. മനസ്സിലായോ? എന്നിട്ട് കാണിക്കണോ? അതായത് ഒന്നിൽ ഇവിടെ കൊണ്ടുവെക്കുക, ലെഫ്റ്റ് സൈഡിലുള്ള ബോട്ടം ലെഫ്റ്റിൽ കൊണ്ട് മൗസ് വെക്കുക. അതൊരു മൗസിൻ്റെ കഴ്സറിൻ്റെ സൈഡിൽ ചെറിയൊരു നേർത്ത പ്ലസ് സൈൻ പോലെ ആവും. അവിടുന്ന് ഡ്രാഗ് ചെയ്യുക. ഇതൊരു വഴി. അടുത്ത വഴി എന്ന് വെച്ചാൽ ഇതിൻ്റെ ക്ലിക്ക് ചെയ്യുക. മുമ്പേ പറഞ്ഞ പോലെ ആ കോർണറിൽ കൊണ്ടുവെക്കുക, റൈറ്റ് കോർണറിൽ കൊണ്ടുവെക്കുക. എന്നിട്ട് ഒരു നേർത്ത ക്രോസ് ആകുമ്പം അവിടെ മൗസ് സ്റ്റില്ലാക്കി വെക്കുക. എന്നിട്ട് ഒരു ഡബിൾ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഓട്ടോമാറ്റിക്കലി താഴോട്ടത് ഫില്ലായി പോയിക്കോളാം. ഫോർമുല ഫില്ലായി എല്ലാ സെല്ലിനും അപ്ലൈ ആയി പോയിക്കോളും. ഓക്കെ. കണ്ടല്ലോ, എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. പ്രോപ്പർ ക്യാപിറ്റലൈസേഷൻ വന്നിട്ടുണ്ട്. ഇപ്പം കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് അല്ലേ? അപ്പം ഇതാണ് പ്രോപ്പർ ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന രീതി. ഓക്കെ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫംഗ്ഷൻ വളരെ യൂസ്ഫുൾ ആണ്. മറക്കല്ല, ഇത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. പിന്നെ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ബെൽ ഐക്കണോട് ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. കാരണം പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് യൂട്യൂബിൽ വന്നോളൂ, പുതിയ വീഡിയോസ് വരുമ്പോൾ.
അപ്പോൾ അതുകൊണ്ട് ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ബൈ.